എല്ലാവർക്കും നമസ്കാരം. ബേബീസി നേർ കാസർഗോഡ്. ഞാൻ ഇന്ന് മറ്റൊരു അത്ഭുതം കാണാൻ വേണ്ടിയാണ് ഈ തോർക്കളം അല്ലെ തോർക്കളം മരുതളത്തേക്ക് എത്തിയത്. ബേഡക്ക പഞ്ചായത്തിലെ തോർക്കളം മരുതളത്തേക്ക് എത്തിയത് മറ്റൊരു അത്ഭുതം. ചില പ്രതിഭാസങ്ങൾ കാസർഗോഡിൻ്റെ മാത്രം സ്വന്തമായിട്ടുണ്ട്. അപ്പോൾ ഇതെനിക്കിത് പറഞ്ഞു തന്നത് എൻ്റെ കൂടത്തിൻ്റെ നരനാണ്. ഇത് നരനുണ്ട് ഇട ആ പിന്നെ അടുത്ത സുഹൃത്ത് നരനാണിത്. നരനോട് കുറച്ച് കാര്യം നരൻ ചോദിക്കാം. നരൻ എന്ത് ചെയ്യുന്നു? നരൻ ഈ സിനിമ ബേബേട്ടാ ഞാൻ സിനിമയില് മാത്രല്ല ഷോർട്ട് ഫിലിമാണ് കൂടുതൽ. സിനിമയിൽ ചെറിയൊരു മുഖം കാണിച്ചിട്ടുണ്ട്. പിന്നെ ഷോർട്ട് ഫിലിം എൻ്റെ ഒരു വീക്ക്നെസ്. ഷോർട്ട് ഫിലിം ഞാൻ ആർട്ട് ഡയറക്ടറാണ്. അത് ശരി, ആർട്ട് ഡയറക്ടർ അല്ലേ? ആർട്ടാണ്. അപ്പോൾ ആക്ടിംഗ് ഉണ്ട്, ആർട്ടുണ്ട്. പിന്നെ അതുകൂടെ സിനിമയിൽ ഫൈറ്ററും കൂടി ആവാനാണ് ശ്രമിക്കുന്നത്. അതെ അതെ അതെ. ഇപ്പൊ ഷോർട്ട് ഫിലിം കുറച്ചെണ്ണം ചെയ്തു അല്ലേ? ഇപ്പൊ ഷോർട്ട് ഫിലിം ചെയ്തു. ആ ഷോർട്ട് ഫിലിം 5 ഷോർട്ട് ഫിലിമിൽ നമുക്ക് അവാർഡ്. ശരി. ഒരു ഷോർട്ട് ഫിലിം 5 അവാർഡ് കിട്ടിയിട്ടുണ്ട്. ശരി. അപ്പൊ ഇങ്ങനെ കുറച്ചൊരു കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അതെ. അല്ല, നീ ഇന്നലെ വൈകുന്നേരം എന്നോട് പറഞ്ഞു ഒരു തുരപ്പിന്റെ സംഭവം. അപ്പൊ എനിക്ക് ഈ തുരപ്പ് ഒരു ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ തരംഗെന്ന് പറയും, ചില ആൾ സുരംഗം എന്ന് പറയും. ഇതൊരു രസം തന്നെയല്ലേ ഇത്? പിന്നെ അത് നല്ല രസം. അപ്പൊ നീ പറഞ്ഞോണ്ടെന്ന് ഗോവാലിന്റെ ഉള്ളിൽ പണിയെടുക്കുന്നുണ്ടോ അല്ലേ? നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഈ കാര്യങ്ങൾ. അതെ അതെ അതെ. ചെയ്യാൻ പറ്റും, പൂർവികരാണ് ചെയ്യുന്നത്. അതെ അതെ അതെ. നമ്മൾ ഇത് കണ്ട് ഇങ്ങനെ ഒരു അത്ഭുതമല്ലേ ഇത് ശരിക്കും പറഞ്ഞാല്. ഞാൻ കുറെ സ്ഥലങ്ങളിൽ ഇങ്ങനെ പോയിട്ടുണ്ട്. അവിടെ നിന്നാണ് ഇങ്ങനെ കുറച്ച് അങ്ങനെയാണ് ബേബിയേട്ടന്റെ ഇത് കാണുമ്പോൾ ബേബിയേട്ടോടൊന്ന് വന്ന് എടുക്കണം തോന്നി അല്ലേ? എനിക്കും ഭയങ്കര രസം തരുന്നത് ഇത് ഇങ്ങനെയുള്ളൊരു കാര്യങ്ങൾ എടുക്കുന്നത്. ഇത് നമ്മൾ നേരത്തെ കണ്ടുതലാണ്. ഇപ്പോഴും ആളുകൾ ഇത് പിന്നെ കുയിക്കുന്നതെല്ലാം പറയുമ്പോ ഒരു അത്ഭുതം. കാരണം നമ്മളെ ജനിക്കുന്നതായിട്ടും വലിയ സാധനമാണ്. അതെ അതെ അതെ. ഇപ്പോഴാണ് ഇങ്ങനെ അതെ. അല്ല, നമ്മളെ ഗോവാലിന്റെ ഉള്ളിൽ പണി എടുക്കുന്നുണ്ടോ അല്ലേ? നമുക്ക് ഗോവാലിന്റെ പുറത്തേക്ക് വിളിക്കാം. ദാമോട്ടാ ഒന്നും കൊണ്ട് വരൂപ്പാ. ഇല്ല, ഉള്ളിലില്ലേ? ഉള്ളിലെന്തോ പണി. ടോർച്ച് ചെയ്യുന്നുണ്ടല്ലേ? നമുക്ക് ഉള്ളിലേക്ക് പോണമെന്ന്. എന്നാലും ഓരോ കണ്ടിട്ട് അല്ലേ നേരം രണ്ട് വർത്താനം ചോദിച്ചിട്ട് പോവാം. നമസ്കാരം. രാവിലെ തുടങ്ങിയ പണി? അതല്ലേ, ഒറ്റക്കന്നെ? ഈ തുരപ്പെല്ലാം കുഴിക്കുന്നത് ഒറ്റക്കന്നെ? അല്ല, ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ എത്ര കൊല്ലായി ഗോവാലട്ടൻ ദാമോട്ട എത്ര കൊല്ലായി ദാമോട്ട ഇപ്പൊ തുരപ്പിക്കുന്നത്? അടുത്തല്ലേ? ഇപ്പൊ പഠിച്ചതപ്പോ? ഇപ്പൊ ബാക്കി കുഴിച്ചാലും വെള്ളം ഉണ്ടാവല്ലേ? വേനൽക്കാലത്ത് കിട്ടും. അതെ അല്ലേ? ഇത് പിന്നെ ആര് പഠിപ്പിച്ച നിങ്ങൾ? അപ്പൊ ഇത് കുഴിക്കാൻ സ്വന്തമായിട്ട് പഠിച്ച തന്നെ? നിങ്ങൾ ടോർച്ച് കത്തുന്നതിനുണ്ട്, ചാർജ് കയറുന്നുണ്ട്. നമുക്ക് രണ്ടാം ഉള്ളിൽ പോകേണ്ടതല്ലേ അത്? അപ്പൊ ഇല്ലേ, പിന്നെ നമുക്ക് ഇതിന്റെ ഉള്ളിലേക്ക് ഒന്ന് പോയിട്ട് നോക്കിയാലോ? ദാമോട്ടൊന്ന് നോക്കാം അല്ലേ? ഒരു രസമല്ലേ ഇത്? ഇപ്പൊ വെള്ളം കിട്ടിയില്ലല്ലോ? അല്ല, ഒറ്റക്കന്നെ കുഴിക്കുന്നതല്ലേ? നമുക്കൊന്ന് ഉള്ളിലേക്ക് പോയി നോക്കാം. ഇത് നല്ല വീതി ഉണ്ടല്ലേ ഗോവാൾട്ടാ? അല്ല ദാമോട്ടാ, ഗോവാൾട്ട വിളിച്ചു. ദാമോട്ടാ, വീതി ഉണ്ടല്ലേ? എനക്ക് സുഖമായിട്ട് പോകാൻ കഴിയുന്നില്ല. അതെ, എനക്ക് വീതിയുണ്ട്, നീളമുണ്ട്. 6 അടിയിലേക്കാളും നീളമുണ്ട് അല്ലേ? 7 അടിയാവും. ഓപ്പോ വീതി കൂടുന്ന പണി കൂടും. ഇവിടെ നല്ല വീതിയുണ്ട്. ഓപ്പോ അയ്യോ, മറ്റേ ചെങ്കക്കല്ലല്ലേ ഇതയ്യോ? ശരി. ഇത് ഇങ്ങോട്ട് അടിച്ച നേരം ഇതെല്ലാം ചീങ്കല്ലേ ശരിക്കും അല്ലേ? നമുക്ക് കല്ല് കൊത്തുന്ന കല്ലത്. ശരിയാ. ഇങ്ങോട്ട് വളച്ചു അല്ലേ? ശരി. എത്തിയല്ലേ അമ്മ? ഇത്ര ഒരു 30 മീറ്ററേ പോകുന്നത് അല്ലേ? ശരി. അങ്ങനെ കുഴിക്കുന്ന ഒന്ന് കുഴിച്ചു നോക്കാറോ? അത് എങ്ങനെ? ശരി. പിക്കാസ് ഉണ്ട്. യോ, നല്ല ഉറപ്പുണ്ടാകട്ടെ അല്ലേ? അതാ ചീങ്കന്നെ. ഇനി എത്ര കൊല്ലം വെള്ളം കിട്ടുന്ന മറ്റേത്? അതെ അല്ലേ? ഇനി ഒരു 4-5 മീറ്റർ പോയാൽ കിട്ടുമല്ലേ? കിട്ടുമല്ലേ? ഇത് നല്ല സുഖമുണ്ടപ്പാ. ഇത് കിളക്കണത് എന്ത് പണിയോ? അതും ഒറ്റക്കന്നെ. ഈ മണ്ണ് വലിക്കുന്ന എങ്ങനെ ദാമോട്ടപ്പോ? ഒറ്റ കൊണ്ട് നോക്കറാ? അതെ. അല്ല, ഒറ്റക്കന്നെ മണ്ണ് വലിക്കുന്നത് അല്ലേ? ഇവിടെ ശ്വാസം കിട്ടുമല്ലേ ഇനിയിപ്പോ? അതല്ലേ, ഈ ടോർച്ച് കൊണ്ട് ഇതിന്റെ ശ്വാസം ലേശം കുറവന്നെ എന്നാലും അല്ലേ? നേരം നമുക്ക് പുറത്ത് വേണ്ട. മേലെ ചെത്തിയെടുക്കും കുറെ. ശരിയാ. അതന്നെ. അതെ 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 അതെ. ചെത്തി ലെവലാക്കണം.
ആ ആ ആ ആ ആ ശരി ആ ഇത്ര കിട്ടും അത്രേ കിളക്ക് കഴിയുന്നല്ലേ കഷ്ടപ്പാടൊന്നുമില്ല. അയ്യോ അപ്പൊ എന്ത് കഷ്ടപ്പോയത് അയ്യോ അതാ ഓരോരോ സ്പൂണ് മണ്ണ് പോന്നു അത്ര തന്നെ അല്ലേ അത് ചീങ്കായുടെ മട്ടല്ലേ അല്ല മട്ട അധികം ചീങ്കായതുകൊണ്ട് തന്നെ ഇങ്ങനെ പോയത് ചീങ്കാച്ച നമ്മളെ ഈ കല്ല് വീട്ടിൽ കല്ല് വെത്തുന്ന കല്ല് പോലത്തെ കല്ലിത് എന്ത് കല്ലിപ്പോ ആ ഇതാ മട്ട നമുക്ക് പുറത്ത് പോകാലോ വാ നമുക്ക് ചായ കുടിച്ച് പോയിന് അങ്ങനെയാണ് കഥ ഇതിപ്പോ എത്ര സമയമാണ് ഇനിയിപ്പോ ആണെങ്കിൽ ഒരാഴ്ച പണിയെടുത്ത വെള്ളം കിട്ടും അല്ലേ പിന്നെ ഞാൻ ഈ മറ്റേ പണിക്കെല്ലാം പോകുന്ന കൊണ്ട് ആ മറ്റേ പണിക്കെല്ലാം പോകും അല്ലേ ആ ആ ആ പിന്നെ മണ്ണ് വലിക്കുന്ന കാട്ടിയാണ് മണ്ണ് ആടുന്ന വലിക്കണം കൊടുത്തു ആ അതേ ഉള്ളിൽ പോയിട്ട് മണ്ണും വലിച്ചിട്ട് വരുന്നുണ്ട് ഇങ്ങനെ മണ്ണ് വലിക്കുന്നല്ലേ അല്ലേ ബട്ടിയിൽ ഇനി കയറിട്ടിട്ട് വലിക്കുന്നത് പുറത്തേക്ക് റബ്ബറിൻ്റെ കട്ടിയല്ലേ ആ എന്നിട്ട് പുറത്തേക്ക് തള്ളണം പ്രകൃതിയിലെ ഓരോ പ്രതിഭാസവും അതേപോലെ തന്നെ മനുഷ്യന്മാരും സൂപ്പർ താമട്ട അപ്പോൾ എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യങ്ങളും താമോട്ട് നേരിട്ട് ഇനി എത്രയും പെട്ടെന്ന് ഇതിൽ വെള്ളം കിട്ടണമെന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്ന താമട്ട ഓക്കെ ടാറ്റ